ഗാസ വെടിനിർത്തൽ കരാറിൽ വീണ്ടും അനിശ്ചിതത്വം. ഇന്ന് ഇന്ത്യൻ സമയം 12:30 വെടിനിർത്തൽ കരാർ നിലവിൽ വരും എന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഇതുവരെ കരാർ നടപ്പിലായതായി ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. സൗമ്യ ആർ കൃഷ്ണ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൗമ്യ, വളരെ വലിയ പ്രതിസന്ധികൾ നേരിട്ടാണ്, വളരെ ചർച്ചകൾക്കൊക്കെ ശേഷമാണ് ഇങ്ങനെ ഒരു കരാറിലേക്ക് തന്നെ എത്താൻ കഴിഞ്ഞത്. അപ്പോഴും അത് നടപ്പാകുമോ എന്ന വലിയ ആശങ്കയുണ്ടായിരുന്നു. നിലവിലെ സ്ഥിതി എന്താണ്? എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? ഈ കയ്യിലുള്ള ഈ പ്രിസണേഴ്സിനൊക്കെ കൈമാറുമെന്ന് അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? ആര്യ, 15 മാസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ ആശങ്കയോടെ നോക്കി കണ്ടുകൊണ്ടിരുന്ന രക്തച്ചൊരിച്ചിൽ, അതിനൊക്കെ ഒരു അറുതി വരുത്തുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടം എന്ന നിലയിലാണ് ഈ ഒരു 42 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് 12:30 കൂടി ഇത് പ്രാബല്യത്തിൽ വരും. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന മന്ത്രിസഭാ യോഗം, ഇസ്രായേലിലെ മന്ത്രിസഭാ യോഗം ഇത് അംഗീകരിച്ചതോടുകൂടി ഇന്ന് അത് പ്രാബല്യത്തിൽ വരും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ 33 ബന്ദികൾ, അതായത് ഇസ്രായേലിന്റെ ഹമാസിന്റെ പക്കലുള്ള 33 ബന്ദികളെ ഇസ്രായേലിന് വിട്ടു നൽകും. അതുപോലെ തന്നെ ഹമാസിന്റെ 100 കണക്കിന് ബന്ദികളെ വിട്ടു നൽകും എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇതിന്റെ ഭാഗമായി ഇത് തന്നെയാണ് ഈ വൈകലിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 33 ബന്ദികളിലെ ഇവർ മോചിപ്പിക്കുന്നവരുടെ പട്ടിക ഹമാസ് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മോചനം വൈകും, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത് വൈകും എന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുന്നത്. ഇതിന്റെ കാരണമായി പറയുന്നത് ഈ പട്ടിക കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഈ തരത്തിൽ കരാറിലേക്ക് മുന്നോട്ട് പോകുകയുള്ളൂ. അതേസമയം പല സ്ഥലങ്ങളിൽ നിന്നും, ഈ ഗസയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം നീങ്ങുന്നതൊക്കെ കാണാം. അത് വളരെ സമാധാനപരമായ കാഴ്ചയാണ്. എന്നാൽ ഈ അനിശ്ചിതത്വം ആണ് ഇപ്പോൾ ആശങ്കയോടെ നോക്കിക്കാണുന്നത്. ശരി, സൗമ്യയാണ് വിവരങ്ങൾ നൽകിയത്.